ഞാൻ ജി സ്റ്റീഫൻ MLA അരുവിക്കര അസംബ്ലി മണ്ഡലത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. കേരളത്തിൻ്റെ വികസനത്തിൽ ഇൻഫ്രാസ്ട്രക്ചർ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വികസന മേഖലയാണ്. ഈ വികസനം സാധ്യമാക്കുന്നതിന് വേണ്ടിയാണ് 1999 ശ്രീ കെ നായനാർ ഗവൺമെൻറ്റിൻ്റെ കാലയളവിൽ കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് ബോർഡ് എന്ന സ്ഥാപനം കേരളത്തിൽ ആരംഭിക്കുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ സമഗ്ര പുരോഗതിയിൽ പശ്ചാത്തല ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടേണ്ടത് അനിവാര്യമായിട്ടുള്ള ഒരു കടമയാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ 50,000 കോടി രൂപയുടെ നിക്ഷേപം ഈ മേഖലയിൽ നടത്താനും വികസന പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാനുമാണ് കേരളത്തിലെ ഗവൺമെൻറ് ലക്ഷ്യം വച്ചത്. എന്നാൽ ഇപ്പോൾ 87,378 രൂപയ്ക്കുള്ള പദ്ധതികൾ ഇതിനകം തന്നെ കിഫ്ബിക്ക് ഏറ്റെടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. സ്കൂൾ കെട്ടിടങ്ങൾ, ആശുപത്രി കെട്ടിടങ്ങൾ, റോഡിൻ്റെ പദ്ധതികൾ, പാലങ്ങൾ തുടങ്ങിയിട്ടുള്ള അടിസ്ഥാന വികസനത്തിൻ്റെ കാര്യത്തിൽ ധാരാളം പ്രോജക്റ്റുകൾ കിഫ്ബിക്ക് ഇതിനകം തന്നെ ഏറ്റെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 1147 പ്രോജക്റ്റുകൾ ഇതിനകം തന്നെ മേജർ പ്രോജക്റ്റുകളായി കിഫ്ബി ഏറ്റെടുത്ത് കഴിഞ്ഞു. അടിസ്ഥാന സൗകര്യ വികസനം ഒരു രാജ്യത്തിൻ്റെ അഭിവൃദ്ധിയുടെ ഒരു നിർണായകമായിട്ടുള്ള ഘടകമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ മികച്ച നയങ്ങളും മികച്ച നിലപാടുകളും ഏറ്റെടുക്കുക എന്നുള്ളത് സർക്കാരിൻ്റെ ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഒരു ചുമതലയാണ്. ആ ചുമതലയാണ് കിഫ്ബി എന്ന സ്ഥാപനത്തിലൂടെ സർക്കാർ ഏറ്റെടുക്കുന്നത്. അരുവിക്കര മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കിഫ്ബി മുഖാന്തരം 288.91 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് അരുവിക്കര മണ്ഡലത്തിൽ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട ചില പ്രോജക്റ്റുകളെന്ന് പറഞ്ഞാൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് കുറ്റിച്ചൽ മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ ST വിഭാഗത്തിലെ കുട്ടികൾക്കുള്ള ഒരു സ്കൂൾ നിർമ്മിക്കുന്നതിന് 24,84,00,000 രൂപ കിഫ്ബി ഫണ്ടിൽ നിന്ന് അനുവദിച്ചിട്ടുണ്ട്. നെടുമങ്ങാട് അരുവിക്കര വെള്ളനാട് റോഡ്, അതേപോലെ തന്നെ അരുവിക്കര ജംഗ്ഷൻ്റെ വികസനത്തിനുമായി 41,60,00,000 രൂപ കിഫ്ബി ഫണ്ടിൽ നിന്ന് അനുവദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ
അരുവിക്കര മണ്ഡലത്തിൻ്റെ ഭാഗമായിട്ടുള്ള കാട്ടാക്കട ചൂണ്ടുപലകയിൽ നിന്ന് ആരംഭിച്ച് നെയ്യാർ ഡാമിലേക്ക് പോകുന്ന റോഡിൻ്റെ വികസനത്തിന് വേണ്ടി 58,93,00,000 രൂപ ഇതിനകം അനുവദിക്കുകയും ആ പദ്ധതി ഭൂമി ഏറ്റെടുക്കൽ അടക്കമുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരുന്നതിൻ്റെ ഭാഗമായി വ്യവസ്ഥാപിതമായിട്ടുള്ള കാലതാമസം ഉണ്ടാകും എന്നുള്ളതുകൊണ്ട് തന്നെ 3.5 കോടി രൂപയ്ക്ക് ആ റോഡ് BC ഓവർലേ ചെയ്ത് സഞ്ചാരയോഗ്യമാക്കുന്നതിന് കിഫ്ബി ഫണ്ട് അനുവദിച്ച് ആ പ്രവർത്തനം ഏറ്റെടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. വിതുര ബോണക്കാട് റോഡ് വനമേഖലയിലെ ഒരു റോഡാണ്. വനമേഖലയിലെ റോഡ് എന്നുള്ള നിലയിൽ ഈ റോഡിന് വേണ്ടി കിഫ്ബി 29,64,00,000 രൂപ അനുവദിച്ച് അതിൻ്റെ പണി നടന്നു വരികയാണ്. അതേപോലെ തന്നെ അരുവിക്കര മണ്ഡലത്തിലെ 10 സ്കൂളുകൾക്ക് കിഫ്ബി മുഖാന്തരം പണം അനുവദിച്ചിട്ടുണ്ട്. ഈ 10 സ്കൂളുകൾ 2 സ്കൂളുകളുടെ പണി പൂർത്തിയായി. 6 സ്കൂളുകളുടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. 2 സ്കൂളുകളുടെ പണി ആരംഭിക്കുന്നതിന് വേണ്ടിയുള്ള അവസാനഘട്ട പ്രവർത്തനങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ്. ഈ 10 സ്കൂളുകൾക്കായി 25,40,00,000 രൂപയാണ് കിഫ്ബിയിൽ നിന്ന് അനുവദിച്ചിട്ടുള്ളത്. അതിൽ 1,30,00,000 രൂപ, 2,60,00,000 രൂപ, 3,90,00,000 രൂപ എന്ന ക്രമത്തിലാണ് വിദ്യാർത്ഥികളുടെ എണ്ണത്തിനനുസരിച്ചും ക്ലാസ് മുറികളുടെ ആവശ്യകതയ്ക്കനുസരിച്ചും ഫണ്ട് അനുവദിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രോജക്റ്റാണ് അരുവിക്കര മണ്ഡലത്തിൽ അനുവദിച്ച കോട്ടൂർ ആന പുനരധിവാസ കേന്ദ്രത്തിന് വേണ്ടിയുള്ള ഫണ്ട്. ആ കോട്ടൂർ ആന പുനരധിവാസ കേന്ദ്രം ഏഷ്യയിലെ ഏറ്റവും വലിയ ആന പുനരധിവാസ കേന്ദ്രമാണ്. ഭാവിയിൽ വലിയ ടൂറിസം സാധ്യതയുള്ള ഒരു പ്രോജക്റ്റാണ് കോട്ടൂർ ആന പുനരധിവാസ കേന്ദ്രം. ഇതിന് 105 കോടി രൂപയാണ് കിഫ്ബി ഫണ്ടിൽ നിന്നും അനുവദിച്ചിട്ടുള്ളത്. ഈ പ്രവൃത്തികളുടെ ഉദ്ഘാടനം ഈ അടുത്ത കാലത്തായി ബഹുമാനപ്പെട്ട വനം വകുപ്പ് മന്ത്രി നിർവഹിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഈ നിലയിൽ നാടിൻ്റെ സമഗ്ര വികസനത്തിന് വേണ്ടി ധാരാളം പ്രവർത്തനങ്ങൾ കിഫ്ബിക്ക് ഏറ്റെടുക്കേണ്ടതായി വന്നു. അത് കേരളത്തിൻ്റെ സമഗ്ര വികസനത്തിന് സഹായകരമായിട്ടുണ്ട്. അരുവിക്കര മണ്ഡലത്തിലും ഇത്രയും രൂപ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ താമസിക്കുന്ന മണ്ഡലത്തിന് വേണ്ടി ലഭ്യമായത് അരുവിക്കര മണ്ഡലത്തിൻ്റെ വികസന കുതിപ്പിന് ഏറെ സഹായകരമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഈ സ്ഥാപനം ഇനിയും വളർന്ന് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. എന്നാൽ നാട്ടിൽ സമഗ്രമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ സഹായകരമാകും. കിഫ്ബിയുടെ കഴിഞ്ഞ 1/4 നൂറ്റാണ്ട് കാലത്തെ ജനോപകാരപ്രദമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധമായിട്ടുള്ള ആശംസകൾ നേരുകയാണ്. കിഫ്ബിയുടെ 25ാം വാർഷിക ആഘോഷത്തിന് എല്ലാവിധമായിട്ടുള്ള ആശംസകളും ഹൃദയപൂർവ്വം നേരുകയാണ്. രജത ജൂബിലിയിൽ കിഫ്ബി ഉറപ്പാക്കുന്നു ധനലഭ്യത, ഗുണനിലവാരം, സമയക്രമം.